നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും നയതന്ത്ര അനിശ്ചിതത്വവും തുടരുന്നതിനിടെ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാൻ അവിടുത്തെ നേതൃത്വം തന്നോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു ചടങ്ങിനിടെയായിരുന്നു രാജ്യത്തെ രാഷ്ട്രീയ അമ്പരപ്പിച്ച ട്രംപിന്റെ ഈ പ്രസ്താവന. എന്നാൽ ഈ അസാധാരണമായ ആവശ്യം താൻ സ്നേഹപൂർവ്വം നിരസിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വലിയൊരു വിടവ് നികത്താനാണ് അവർ തന്നെ സമീപിച്ചതെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ കഴിഞ്ഞ മാസം US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ശേഷം മകൻ മുജ്തബ ഖമേനിയെ പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെങ്കിലും അദ്ദേഹം യുദ്ധം ആരംഭിച്ച ശേഷം പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുജ്തബ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ ഈ അവകാശവാദം വരുന്നത്. ഇറാനിലെ യുദ്ധം അതിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് അടുത്തുവെന്ന് ട്രംപ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ അതീവ രഹസ്യമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇറാൻ നേതാക്കൾ വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങൾ സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് സമ്മതിക്കുവാൻ ഇറാൻ നേതാക്കൾ ഭയമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ വാദങ്ങളെ ഇറാൻ പാടെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. തങ്ങൾ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സൊൽഫാരിക്ക് ട്രംപ് തന്നോട് തന്നെയാണോ ചർച്ച നടത്തുന്നത് എന്ന് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. വെടിനിർത്തലിന് ട്രംപ് മുന്നോട്ട് വെച്ച 15 കടുപ്പമേറിയ ഉപാധികൾ കഴിഞ്ഞ ദിവസം ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനു പകരമായി 5 നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. ഭാവിയിൽ യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പു നൽകണം. യുദ്ധനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. വീണ്ടും യുദ്ധം ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തലിന് തയ്യാറാവൂ എന്നാണ് ഇറാന്റെ നിലപാട്. പ്രസംഗത്തിന്റെ അവസാനം ഹോർമൂസുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ സമ്മാനത്തെക്കുറിച്ചും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു സമ്മാനം നൽകിയെന്നും അത് ഭീമമായ തുകയേക്കാളും മൂല്യമുള്ളതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഈ സമ്മാനം ഹോർമൂസിലെ എണ്ണ നീക്കവുമായി ബന്ധപ്പെട്ടതാണെന്നും എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ഇതിന് ബന്ധമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന സൂചനയോടെയാണ് ട്രംപ് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.